എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. പൈങ്കിളി 2 ചെമ്പരത്തി പൂവിന്റെ കുറവുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഷർട്ടിൽ പൂ തൽക്കാലം അത് ചെമ്പരത്തി പൂവാണ്, നിങ്ങൾ കണക്ക് കൂട്ടിക്കോളി. എൻ്റെ പൊന്നെ കിളി പറഞ്ഞു കേട്ടോ, ഒരവസ്ഥയെ. അയ്യോ, പേര് ഇങ്ങനെ തന്നെ കേട്ടോ, പൈങ്കിളി. കിളി കിളി പറഞ്ഞാണ് പോകുന്നുണ്ട്. സത്യമായിട്ടും കൂടെ ഒക്കെ പോണേതായി അവസാനം ചിന്ത. സത്യമായിട്ട് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഇത്രയും കിളികളെ ഒരുമിച്ച്. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു ഷോക്കൊക്കെ വരുമ്പോ ഒരു കിളിയൊക്കെ പറന്നു പോവാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് സിനിമ തീരുന്നോടം വരെ കിളികൾ മാത്രമേ ഉള്ളൂ, മൊത്തം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ ഇത്രയും കിളികളുണ്ട് എന്നുള്ളത് കാണിച്ചു തന്നു ഈ സിനിമ. എന്ത് സിനിമയാണിത്? ശ്രീജിത്ത് ബാബു ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ജിത്തു മാധവന്റെ ആണ് സ്ക്രിപ്റ്റ്. എന്ത് സ്ക്രിപ്റ്റാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അയ്യോ, പക്ഷേ ഇതിനകത്ത് വേറെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മള് മറ്റേ ഇന്ത്യൻ ടൂവിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അതായത് ഇന്ത്യൻ ടൂവിന്റെ സ്ക്രിപ്റ്റ്, ഗെയിം ചേഞ്ചറിന്റെ സ്ക്രിപ്റ്റ് കാർത്തിക് സുബ്രാജാണ്, സംവിധാനം ചെയ്ത ശങ്കറും. ഇത് അതേപോലെ തന്നെയാണ്. ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു, ശ്രീജിത്ത് ബാബു ഡയറക്റ്റ് ചെയ്തു. നല്ല സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാർത്തിക് സുബ്രാജ് അവിടെ അത് ചെയ്തേന്, ഇവിടെ ജിത്തു മാധവനും ചെയ്തേന്. അതെ, ജിത്തു മാധവന് നന്നായിട്ട് ഡയറക്ഷൻ അറിയുന്ന ഒരാളാണ്, തെളിയിച്ച ആളുമാണ്. അതെ, അപ്പൊ തീർച്ചയായും അതിനുള്ളൊരു വലുപ്പമുള്ള ഒരു ലെവലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായും ആൾ ചെയ്യും. 2 രീതിയുള്ളത്. അതായത് ഒരു സംവിധായകൻ എഴുത്തും സംവിധാനം അറിയുന്ന ഒരാൾ പുറത്ത് സ്ക്രിപ്റ്റ് കൊടുക്കണമെങ്കിൽ 2 രീതിയുള്ളത്. ഒന്ന്, തനിക്ക് ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവും, അത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അതുക്കും മേലെ കഴിവുള്ള ഡയറക്ടേഴ്സ് വന്നാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ചില സ്ക്രിപ്റ്റ്. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളല്ല ജിത്തു മാധവൻ. ആളുടെ സ്ക്രിപ്റ്റുകളൊക്കെ ആൾക്ക് വളരെ വെടിപ്പായിട്ട് സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ സംവിധാനം കൊണ്ട് ഗംഭീരാക്കാൻ പറ്റുന്ന ആളും കൂടിയാണ്. അതെ, അപ്പോൾ ഗംഭീരമായ ഒരു ഡയറക്ടറിന് ആവശ്യമുള്ളത് കൊണ്ട് കൊടുത്ത സ്ക്രിപ്റ്റ് അല്ലത്. ചെറിയൊരു തനിക്ക് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് കൊടുത്ത സ്ക്രിപ്റ്റാണ്. തനിക്ക് ചെയ്യാനല്ല, ആർക്കും ഇല്ല, അത് ആർക്ക് ചെയ്യാനുമില്ല. ശ്രീജിത്ത് ബാബുവിനാണെങ്കിൽ പോലും ചെയ്യാൻ മാത്രമില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സാധനം. ഈ ശ്രീജിത്ത് ബാബുവിനെ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്താ, ആൾക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായനെ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നി. ഇങ്ങനത്തെ ഒരു കൂതറ സ്ക്രിപ്റ്റ്, അയ്യോ. പിന്നെ കാസ്റ്റിങ്ങോ, എന്തൊരു പരാജയമാണ് ഇതിന്റെ കാസ്റ്റിങ്. സജിൻ ഗോപു, അയ്യോ, ഒരിക്കലും നമുക്ക് സജിൻ ഗോപുവിനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആള് എന്തൊരു സിമ്പിളായിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന ആളാ. ഇതെന്താണിത്, കാട്ടിക്കൂട്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വന്ന് ചെയ്ത പോലെ കോമാളിത്തരം. അതെ, അങ്ങനെ അങ്ങോട്ട് അളിഞ്ഞുകൊണ്ടിരിക്കുക. കാണുമ്പോ തന്നെ നമുക്ക് ഇറിറ്റേഷൻ ആവും, അങ്ങനത്തെ ഒരു സാധനം. അതായത് സ്ക്രീനിലേക്ക് നോക്കിയാ ദേഷ്യം വരിക. അത് മൊത്തം അഭിനയിക്കുന്ന എല്ലാവരും വെറുപ്പിക്കലാണ്. അനശ്വര രാജന്റെ ആൾക്ക് അഴിഞ്ഞാടാൻ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയ്ക്കും ഓവറാക്കുന്ന ഒരു നടി വേറെ ഇല്ല മലയാളത്തിൽ. അത്ര ബോറും ഓവറും ഭയങ്കരമായിട്ടും സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ആക്കും. എന്നാൽ ഇതേ ആള് തന്നെയാണ് രേഖാചിത്രത്തിൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ്. ആളെ പിടിച്ച് ചെയ്യുന്ന സംവിധായകരുണ്ട്, ഈ നല്ല മീറ്റർ പിടിച്ച് വേണ്ട അത്ര മതി, എന്താണ് വേണ്ടത് എന്ന് അറിയുന്ന ഡയറക്ടറല്ല, എന്താണ് വേണ്ടാത്തത് എന്ന് അറിയുന്ന ഡയറക്ടറല്ലേ, അവരെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ് അനശ്വര. അല്ലാത്ത ഏത് കഥാപാത്രവും അനശ്വര വെറുപ്പിച്ച് കൈതരും. ഇപ്പൊ നമുക്ക് എടുത്തു പറയേണ്ട 1-2 ക്യാരക്ടേഴ്സ് നമുക്ക് സൂപ്പർ എന്ന് പറയാൻ പറ്റും. നേരിലെ ക്യാരക്ടർ, പിന്നെ ഇപ്പം രേഖാചിത്രത്തിലെ ക്യാരക്ടർ. രേഖാചിത്രം കണ്ടിട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ടും ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുക. അതിനുശേഷം പോയി കണ്ടത് പുണ്യാള്, അതിന് അനുഭവിച്ചാണ് പൊന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ പൈങ്കിളി. പിന്നെ ഇത് ധാരണ ഉണ്ടായിരുന്നു മുന്നേ, ഇതറിയായിരുന്നു കേട്ടോ. പക്ഷെ ഈ സിനിമ മൊത്തത്തിൽ ഇത്രയും വലിയൊരു അബദ്ധമായിരിക്കും എന്നുള്ളത് ഒരിക്കലും കരുതിയില്ല കേട്ടോ. സത്യമായിട്ടും. അതായത് കോമഡി, ഒരു കോമഡി ഉണ്ടോ, ഒരൊറ്റ കോമഡി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോട്ടോ. ഈ സിനിമ വന്നതിന് ശേഷം പല ആൾക്കാരും പറഞ്ഞിട്ട് മറ്റേ സീനുകൾ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ തിയേറ്റർ കേട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. എന്താണ് ഇത്, ഇതെങ്ങനെ നിർവികാരത. അതാണ്
ഇതെന്ത് കോമഡി ഇതിപ്പോ നമ്മള് മറ്റേ ഏഷ്യാനെറ്റ് ഒക്കെ കോമഡി ഷോ ഇല്ലേ, അതിപ്പോ കണ്ടാൽ നമുക്ക് ചിരി വരില്ല. ഇത് ശരിക്കും അങ്ങനെയല്ല. ഈ റീൽസ് ഇല്ലേ, ഈ റീൽസിൽ ഒരുപാട് റീൽസ്, നല്ല റീൽസും ഉണ്ട്, എന്നാൽ എണ്ണത്തിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വളരെ മോശം വെറുപ്പിക്കുന്ന തരം റീൽസും ഉണ്ട്. അപ്പോൾ ഈ ജിത്തു മാധവന്റെ എഴുത്ത് എപ്പോഴും ഈ റീൽസ് ടൈപ്പ് ചില കോമഡികളൊക്കെ വരും. അത് നല്ല സ്റ്റാൻഡേർഡ് സാധനം ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു കുറച്ചെണ്ണം ഉണ്ടല്ലോ ഈ റീൽസിൽ നല്ലത്, അതിലേക്ക് മാറ്റി വെക്കാം. അതല്ലാത്ത ഈ ക്രിഞ്ച് പരിപാടി ഉണ്ടല്ലോ, അതിലേക്ക് പോയാൽ ഇതുപോലെ ഉണ്ടാവും. അത്രത്തോളം അളിഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ലതൊന്നും കിട്ടൂല അതിനകത്തുനിന്ന്. ഇത് എന്താ പറയാ, കൈവിട്ട് പോവാന്ന് പറയില്ലേ. അല്ല ഫഹദിനും ഇതൊന്നും മനസ്സിലായില്ല. ആർക്കറിയാം, എനിക്ക് തോന്നുന്നു വെറുതെ ഒരു രസത്തിന് ഇടയ്ക്കിടയ്ക്ക് ഭാവന സ്റ്റുഡിയോ ഒന്ന് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് എടുത്തിട്ടത് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, അടിപൊളി. കോമഡി ഉണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതായത് ഈ ലോകം ഉരുട്ടുന്ന ഒരാളുണ്ടല്ലോ, ഭയങ്കര ഹിറ്റായിട്ടില്ലേ, നമ്മുടെ അടുത്തുള്ള ഒരാളാണ്. ആളെ ഇതിലൊരു റോളിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ജിത്തു മാധവൻ. അതായത് സച്ചിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ ഡൗൺ ആയിട്ട് നിന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് അതിന് മോട്ടിവേറ്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. റീൽസ് കണ്ടിട്ട് അങ്ങനെ ആവുന്നൊരു സാധനമാണ് അത്. പിന്നെ ആൾക്ക് വിളിച്ചപ്പോൾ ആള് ഹൈദരാബാദൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഉരുട്ടല് തികഞ്ഞേനെ. പിന്നെ നമ്മുടെ അത് ഇതിനേക്കാളും ബെറ്റർ ആയനെ, കുറച്ചെങ്കിലും രസം കിട്ടിയാനല്ലേ ആ സമയത്ത് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാം. അതിന് വേണ്ടിട്ട് പിന്നെ കുറെ ആരാധകരുണ്ട് ആൾക്ക്. അത് കാണാൻ വേണ്ടി രസം കൊണ്ടല്ല, വേറെ രീതിയിലും എന്താണെങ്കിലും. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ചന്തു, സലികുമാറിന്റെ മകൻ, പിന്നെ റിയാസ് ഖാനൊക്കെ എന്താണ് വന്ന് ആളൊക്കെ. എനിക്ക് തോന്നുന്നു മാർക്കോയില് ആ ഒരു സീനൊക്കെ മിസ്സായതിന്റെ ക്ഷീണമൊക്കെ അളിഞ്ഞിവിടെ അങ്ങ് തീർക്കാന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് കാണിക്കുന്നതെന്നാണ് സത്യമായിട്ട് പറയാം. ഇതിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നല്ലതാണെന്ന് തോന്നിയിട്ടില്ല. സത്യം, മൊത്തം അപരാധം പിടിച്ചൊരു സിനിമ. അയ്യോ, ശരിക്ക് ബ്രൊമാൻസ് ഇന്നലെ കണ്ടു, ഞാനാണ് അനുഭവിച്ചത്. ശരിക്കും ഇതാണോ അതാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്ക് രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ശരിക്കും. അത്രയാണ്. നീ റൊമാൻസ് കണ്ടിട്ടില്ലല്ലോ എന്റെ പൊന്ന്. ഞാൻ എനിക്ക് ഇനി നിന്റെ മനസ്സിലുണ്ടാവും ഒരിക്കലും ഇതുപോലെ റൊമാൻസ് വരില്ലാന്ന് വെച്ചിട്ടുണ്ടല്ലേ. അത് ഉണ്ട്, പക്ഷെ ഞാൻ അതാ നീ പറയാൻ വരുന്നത്, അതാണ് വിചാരിച്ചത്. ഒരിക്കലല്ല, രണ്ടും. ഞാൻ റൊമാൻസും സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ എന്ത് ചെയ്ത് തമ്പനിയിലൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു, ദേഷ്യം വന്നിട്ടേ. പിന്നെ ഇത് നീ കണ്ടില്ലേ, അതായത് നമുക്കിങ്ങനെ ഊതാന്ന് പറയും, ഊതി തീർക്കുക. ഈ സാധനം ഇതിനകത്ത് ശരിക്കും സത്യമായിട്ട് പറയാം, സജിൻ ഗോപുവിന്റെ ചെവിയിലല്ല ചെമ്പരത്തി പോക്കേണ്ടത്. ശരിക്കും തിയേറ്ററിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ ടിക്കറ്റ് ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു ചെമ്പരത്തി ഒരു കൊട്ടയെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് കാണാൻ വരുന്ന ഓരോരുത്തർക്കും ചെമ്പരത്തി പൂ എടുത്തു കൊടുക്കണം. അതുപോലെ നമുക്ക് ഓരോ എന്താണെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് സംവിധായകന്റെയും എഴുത്തുകാരന്റെയും ചെവിയിലും കൊണ്ട് വെക്കുന്നത്. ഇനി ബ്രഹ്മാൻസിന് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ നിർത്തി. അതെ, എനിക്ക് കണ്ടതിൽ എനിക്ക് ദാവീദ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അത് മാത്രം മതി. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും വേണ്ട. എന്റെ പൊന്നോ മതിയായി. ഇനി നമുക്ക് 20-ാം തീയതി ഓഫീസർ ഓൺ ഡ്യൂട്ടി പിടിക്കാം. 21-ന് ഗെറ്റ് സെറ്റ് ബേബി. അതെ, അത്രേ ഉള്ളൂ. അന്ന് വേറൊരു സിനിമ ഉണ്ടല്ലോ, അന്ന് ഡ്രാഗൺ ഉണ്ട്. പക്ഷെ ഡ്രാഗൺ വരുമോ നോക്കാം. വരുമായിരിക്കും. അതുകൊണ്ട് 3 ഉണ്ട് 21-ാം തീയതി. എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് റേറ്റിംഗ് ഒന്നും ഇല്ല, പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നല്ല നെല്ലിക്കത്തളല്ലേ, നെല്ലിക്കത്തളം അതാണ് വെക്കേണ്ടത്. നല്ല തണുപ്പ് ഇട്ടാല് തല പുകഞ്ഞുപോയി.